കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്കും നട്ടെല്ലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA റിനൈ മെഡിസിറ്റി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം എറണാകുളത്തെത്തി. സ്റ്റേഡിയത്തിൽ വേദി ഒരുക്കിയതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തി. YS അഭിനന്ദുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ, ഒടുവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് എങ്ങനെയാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില? റവന്യൂ മന്ത്രി ഉൾപ്പെടെ അവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നുവല്ലോ, അദ്ദേഹം നൽകിയ വിവരവും എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദ്? ഉന്മേഷ്, ഒടുവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പം തന്നെ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു കാര്യം ഈ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും മന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് ഉമാ തോമസ് MLA സന്ദർശിച്ച മാധ്യമങ്ങളോട് കണ്ടു. തുടക്കത്തേതുപോലെയുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നതാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യനില ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തുടരുന്നു. നില തരണം ചെയ്തു എന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരവും അങ്ങനെ തന്നെയാണ്. നാളെ രാവിലെ 10:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ഇപ്പോൾ പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായ ആരോഗ്യനിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആദ്യം CT സ്കാൻ ആയിരുന്നു എടുത്തത്. CT സ്കാനിലാണ് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റതായി കാണുന്നത്. പിന്നീട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് നിന്ന് പാലാരിവട്ടത്തെ ഈ റിനൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്ട് ഇപ്പോൾ 8 മണിക്കൂറോളമായി ഇപ്പോൾ പാലാരിവട്ടത്തെ ഈ ആശുപത്രി തുടരുകയാണ്. കൃത്യമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാറ്റ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സുരക്ഷാ വീഴ്ച അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഫയർഫോഴ്സ് നേതൃത്വത്തിലുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി സംഘാടകർക്കെതിരെ അടക്കം കേസെടുക്കണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30 വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത്. തുടക്കത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുകൂടി റവന്യൂ മന്ത്രി ആശുപത്രിയിൽ എത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു.